ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രീമി ഗാർഡൻ. ഞാൻ രോഷ്നി. എല്ലാവരും സന്തോഷമായിട്ട് സുരക്ഷിതമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ ദൈവാനുഗ്രഹത്താൽ സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മൾ സ്ഥിരം ബോഗൻവില്ല, അഡിനിയംസ്, 10 മണിക്കോമ്പോ അങ്ങനെയുള്ള വെറൈറ്റീസാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ മറ്റുള്ള നമ്മുടെ പ്രിയപ്പെട്ട ചെടിയെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ റിക്വസ്റ്റ് വെച്ചിട്ട് നമ്മളിന്ന് ഒരുപാട് റെയർ വെറൈറ്റീസും കൂടെ ചേർത്തിട്ടുണ്ട്. നോർമൽ പ്ലാന്റ്സ് ഉണ്ട്, ഫേൺസ് വെറൈറ്റീസ്, ഒരുപാട് ബൾക്കായിട്ടുള്ള ഫേൺ വെറൈറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ഹെൽത്ത് എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ എൻ്റെ വീഡിയോയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന സമയത്ത് വീഡിയോ അതിൻ്റെ സൈസ് അത് കാണിക്കുന്നുണ്ട്, മദർ പ്ലാന്റ് കാണിക്കുന്നുണ്ട്, പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട്, റേറ്റ് വന്നിട്ടുണ്ട്, ഫോട്ടോസ് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ വീഡിയോ ഇടയ്ക്ക് നമ്മൾ ഓർഡർ എടുക്കുമ്പോൾ ഫോട്ടോസ് ചോദിക്കണ്ട. അപ്പോൾ ഇതിനകത്ത് വിശദമായിട്ടെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്കൊക്കെ പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ, എത്ര നാൾ കഴിഞ്ഞ് കണ്ടാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാന്റ്സ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ അയയ്ക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ലിസ്റ്റ് അയച്ചു തരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്ത് മാത്രം അയക്കണം കേട്ടോ. ഇത്രയും വെറൈറ്റി പ്ലാന്റ്സൊക്കെ ഇത്രയും റേറ്റ് കുറച്ച് കൊടുക്കുമ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രത്തോളം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അറിയാമല്ലോ, നമ്മൾ ചാനലിൽ ഒരുപാട് യൂട്യൂബ്സിൻ്റെ ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടായാലേ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ എനിക്കിതുപോലുള്ള റെയർ വെറൈറ്റീസൊക്കെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിത് ഫേൺ വെറൈറ്റീസിനകത്തിൽ തന്നെ അത്രയും ഹെൽത്തി ആയിട്ടുള്ള പീക്കോ കലാത്തിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റിൽ കണ്ടത് പീക്കോക്കിൻ്റെ സെയിം കളറാണ്. ആ ഒരു നീല കളർ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലാന്റ്സാണ്. ഞാനിതൊക്കെ ഓൺലൈനിൽ വാങ്ങിയതാണ് കേട്ടോ. ഓൺലൈൻ ഇപ്പോഴും ചാനലുള്ള ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് ഇപ്പം നമ്മൾ നല്ല വില കൊടുത്ത് വാങ്ങിയ പ്ലാന്റ്സൊക്കെ അതിൻ്റെ ചെറിയ തൈകൾ ഉണ്ടാക്കിയിട്ടാണ് ഈ ചെറിയ വിലയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഇത് ട്വിസ്റ്റഡ് ഫേണാണ് നമ്മൾ തൊട്ട് മുൻപ് കാണിച്ചത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് എന്തായാലും ഈ പ്ലാന്റ്സൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാർക്കെല്ലാം ഞാൻ എക്സ്ട്രാ പ്ലാന്റ്സ് എന്തായാലും തരുന്നതായിരിക്കും. എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു കൊറിയർ ചാർജിനകത്ത് നിൽക്കുന്ന മാക്സിമം ഹെൽത്തി പ്ലാന്റ്സും കൂടെ ഫ്രീ ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും തരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്ത് പ്ലാന്റ്സ് വാങ്ങിക്കുന്ന എല്ലാവർക്കും ഞാൻ ഫ്രീ പ്ലാന്റ് തീർച്ചയായിട്ടും തരുന്നതായിരിക്കും. അതോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ്സിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് എനിക്ക് ഈ വാട്സപ്പ് നമ്പറിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ അയയ്ക്കുക. ലിസ്റ്റ് ആവശ്യമുള്ളതിനെ മാത്രം അയക്കാവൂ കേട്ടോ. അത് മാത്രമല്ല, അപ്പോൾ വീണ്ടും എനിക്ക് സൈസ് എന്നോട് ചോദിക്കില്ലേ, കാരണം നമുക്കത് പറ്റാത്തതുകൊണ്ടാണ് ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും. നിങ്ങളെല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ കണ്ട് മനസ്സിലാക്കി പ്ലാൻ സൈസ് കണ്ടിട്ട് ഇതിൽ ഞാൻ വില കൊടുത്തിട്ടില്ലാത്ത ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും എന്നോട് ചോദിക്കാവുന്നതാണ്. അതും കൂടെ ചേർത്ത് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. ഒരുപാട് ലെങ്ത് ആയിപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കണ്ടില്ലേ പീക്കോക്ക് വേണം, അതിൻ്റെ കളർ കണ്ടില്ലേ. അപ്പോൾ ഓരോന്നിൻ്റെ പേരും 70 പേരൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, വില ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്ന് കാണാം. അപ്പോൾ ഹെഡ് ലീഫ് വേണമാണ്, ഹാർട്ടിൻ്റെ ഷേപ്പാണ് അതിൻ്റെ ലീഫിന് കേട്ടോ. അപ്പം എല്ലാം അങ്ങനെ അത്ര അവൈലബിൾ ആയിട്ടുള്ളതല്ല, റെയറായിട്ടുള്ള ഒത്തിരി പ്ലാന്റ്സ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഓരോ പിന്നെ ചെടിക്കും ഓരോ സെപ്പറേറ്റ് ആയിട്ട് നമ്മളത് സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും അധികം ഫാൻസ് ഈ ഇത് സിൽവർ ഫേണാണ് കേട്ടോ. സിൽവർ ഫേൺ വളരെ റെയറായിട്ടുള്ള ഫേണാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ്സുകളൊക്കെ തന്നെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പിൽ അയക്കാവുന്നതാണ്. മാത്രമല്ല നമുക്ക് ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് കേട്ടോ. കൊറിയർ സർവീസ് അവൈലബിൾ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എവിടെ ഇരുന്ന് ഈ പ്ലാന്റിൻ്റെ വീഡിയോ നിങ്ങൾ എവിടെ ഇരുന്ന് കണ്ടിട്ടുണ്ടെങ്കിലും നമുക്കത് തീർച്ചയായിട്ടും നമുക്കത് അയച്ചു തരാവുന്നതാണ്. DTDC ഉണ്ട്, പ്രൊഫഷണൽ കൊറിയർ ഉണ്ട്, സ്പീഡ് ആൻഡ് സേഫ് ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് അടുത്തുള്ള ഏത് കൊറിയർ സർവീസും നിങ്ങൾക്ക് അതിനായിട്ട് ചൂസ് ചെയ്യുന്നതാണ്, നിങ്ങളുടെ ചോയ്സാണ്. എൻ്റെ മാക്സിമം നല്ല രീതിയിൽ പാക്ക് ചെയ്ത് ഹെൽത്തി ആയിട്ട് ഞാൻ അയക്കും. കൊറിയറിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിന് കൊറിയർ സെൻറ്ററുമായിട്ട് ഇടയ്ക്ക് കോൺടാക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അവരും വളരെ സപ്പോർട്ടീവായിട്ടാണ് നിൽക്കുന്നത്. KSRTC കൊറിയർ സർവീസും ഉണ്ട്. പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പ്ലാന്റ്സ് അയക്കുമ്പോൾ നമ്മൾ വളരെ സുരക്ഷിതമായിട്ട് പാക്ക് ചെയ്താണ് അയക്കുന്നത്. അപ്പോൾ അതിനകത്തിൽ പാക്ക് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ഓപ്പൺ ചെയ്യാനായിട്ട്. ആ പാഴ്സൽ ഓപ്പൺ ചെയ്യുമ്പോൾ വളരെ പ്ലാന്റ്സ് കാണാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സന്തോഷം കൊണ്ട് പെട്ടെന്ന് കട്ട് ചെയ്യുകയോ
ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ടേപ്പൊക്കെ ഉണ്ടാവും, അതൊക്കെ വലിച്ച് പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ തുറന്നു കഴിയുമ്പോൾ പ്ലാന്റ്സ് ഡാമേജ് ആവും. അത് വരാതെ വളരെ ശ്രദ്ധയോടുകൂടി സമാധാനമായിട്ട് നിങ്ങൾ ആ പ്ലാന്റ്സൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യേണ്ടത് റിക്വസ്റ്റാണ് കേട്ടോ. കാരണം നമ്മൾ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഒരു വീഡിയോ തന്നെ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതിന് മുൻപായിട്ട് എത്രമാത്രം അതിനകത്തൊക്കെ എഫേർട്ട് എടുത്തിട്ടാണ് ഈ ചെടികളെല്ലാം നമ്മൾ ഈ എപ്പീഷ്യ തന്നെ ഒരുപാട് വെറൈറ്റി ഇത് കാണിച്ചിട്ടുണ്ട്. ഞാൻ വില കാണിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതും എന്നെ അറിയിക്കാവുന്നതാണ്. എപ്പീഷ്യ എല്ലാ പ്ലാന്റ്സിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പല പല പാർട്ടായിട്ട് ഇത് ഒരു പാർട്ട് 2-ൽ ഉൾപ്പെടുത്തുന്ന രീതിയിലാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇതോടൊപ്പം തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോയിലുള്ള ബോഗൻവില്ലയും പിന്നെ നമ്മുടെ 10 മണി കോംബോയും പിന്നെ നമ്മുടെ അഡിനിയംസ് വെറൈറ്റീസ് ഇപ്പോൾ തന്നെ പുതിയ സ്റ്റോക്ക് അഡിനിയം വെറൈറ്റീസ് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ളവർ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യണം കേട്ടോ. പ്ലാൻസൊക്കെ എല്ലാം സെറ്റായി വരുന്നുണ്ട്. ഇടയ്ക്ക് കുറച്ച് മഴയുടെ പ്രശ്നങ്ങളും ഒക്കെ വന്നതുകൊണ്ട് നമുക്കതൊന്ന് സെറ്റായി കൈ കിട്ടാൻ കുറച്ച് ടൈം എടുത്ത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കാണിക്കുന്ന പ്ലാന്റ് പിക്ചർ പ്ലാന്റ് ആണ്. അതിൻ്റെ ഒരു പേഴ്സണൽ കളക്ഷനാണ് കേട്ടോ. അപ്പോൾ അത് സെയിലിനായിട്ടില്ല. കട്ടിങ്സ് വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിൻ്റെ റേറ്റ് അതിൽ കാണിക്കാതിരിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് DTDC അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ്. ഗൂഗിൾ പേയിൽ നിങ്ങൾക്കില്ലെങ്കിൽ ഫോൺ പേ ഉപയോഗിക്കാം, ബാങ്ക് ട്രാൻസ്ഫർ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഏതാണോ ഓക്കെ ആയിരിക്കുന്നത് അവൈലബിൾ ആയിരിക്കുന്നത് ആ രീതിയിൽ നമ്മൾ സപ്പോർട്ടായിരിക്കും. നിങ്ങൾക്ക് ഏത് സമയത്ത് ഏത് പ്ലാന്റും എന്ന് കണ്ടാലും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് ഒറ്റ റിക്വസ്റ്റ് ഉള്ളൂ കേട്ടോ. പ്ലാന്റ്സ് വാങ്ങിക്കുമ്പോൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ചിലപ്പോൾ വിഷമം തോന്നും. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ, നമ്മൾ കൂടെ കൂട്ടണോ വേണ്ടതെന്നുള്ളത് അവരവരുടെ ഇഷ്ടമാണെങ്കിലും എനിക്ക് നിങ്ങളെല്ലാവരും കൂടെ കൂട്ടണം എന്നാണ് എൻ്റെയും ആഗ്രഹം കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റ്സൊക്കെ വളരെ റേറ്റ് കുറവാണ്. 30 രൂപയ്ക്കാണ് ഈ പ്ലാന്റ്സൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് DAP സ്പെഷ്യൽ വൈറ്റ് DAP നമുക്ക് അവൈലബിൾ ആണ്. അതറിയാമല്ലോ, നമുക്ക് നിറയെ പൂക്കൾ ഉണ്ടാകാനായിട്ട് നിങ്ങളുടെ നാട്ടിൽ അവൈലബിൾ ആണ്, അവിടെ നിന്ന് വാങ്ങിക്കുക. കിട്ടുന്നില്ലെങ്കിൽ മാത്രം എന്നെ കോൺടാക്ട് ചെയ്യുക, വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ പ്രീമിയം ക്വാളിറ്റി ബോൺ മീൽ അവൈലബിൾ ആണ്. ഇതെവിടെയും കിട്ടും തോന്നുന്നില്ല, അത്രയും റെയറായിട്ടുള്ള നല്ല റിസൾട്ട് തരുന്നതാണ് കേട്ടോ. ചെടിയൊക്കെ നമ്മൾ എത്ര വളവിട്ടാലും അതൊന്നും കാണുന്നില്ല, അത് ചെടിയൊന്നും വളർച്ച കുറവാണ് എന്ന് തോന്നുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന പ്ലാന്റ് ഈ പറയുന്ന ബോൺ മീൽ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ എന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മുടെ പിന്നെ സാഫ് അങ്ങനെയുള്ള സാഫ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമല്ലോ, ഫംഗിസൈഡാണ്. ചെടികൾ വളർത്തുന്ന എല്ലാവരുടെയും അടുത്തൊക്കെ ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചെടി വാങ്ങിക്കുന്ന ഈ നോർമൽ പ്ലാന്റ്സ് ഒരുപാട് പേര് ഇപ്പം ഓർഡർ വരുന്നുണ്ട് കേട്ടോ. എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് ഓർഡർ വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ മഹാരാഷ്ട്ര, ബാംഗ്ലൂർ, കർണാടക, തമിഴ്നാട്, അങ്ങനെ അവിടെയൊക്കെയുള്ള ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഒത്തിരി സ്നേഹം കേട്ടോ. ഇതൊരു റെയർ കളക്ഷനാണ് കേട്ടോ. ഇത് വളരെ കുറച്ച് 3-4 എണ്ണ എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ എൻ്റെ പേഴ്സണൽ കളക്ഷൻസിനകത്തു നിന്നാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഏറ്റവും മാക്സിമം വില കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മുടെ സ്ഥിരമായി നമ്മുടെ ഈ പ്ലാന്റ്സ് വാങ്ങിക്കുന്ന നല്ലൊരു പിന്നെ സബ്സ്ക്രൈബറാണ്. എന്നെ ഏൽപ്പിച്ചതാണ് ആ പ്ലാന്റ് കേട്ടോ. സ്റ്റാക്ക് ഫേൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുവന്നതാണ്. അതുപോലെ തന്നെ ബിഗോണിയ ഉണ്ട്, കലാത്തിയ ഉണ്ട്, മോൺസ്റ്റർ പ്ലാന്റ് ഉണ്ട്, പിന്നെ അഗ്ലോണിമ ഉണ്ട്, പിന്നെ ഒരുപാട് എപ്പീഷ്യ പ്ലാന്റിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. കണ്ണാടി ചെടി ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു, അത് കുറച്ചൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി കേട്ടോ ചൂടത്ത്. പിന്നെ അഗ്ലോണിമ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതൊന്നും എല്ലാം കൂടെ ആഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ഒത്തിരി ലെങ്തി ആയിപ്പോൾ. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് സെലക്റ്റഡായ പ്ലാന്റ്സ് ഓരോരോ പാർട്ട് 1, 2 അങ്ങനെ ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിൽ കുറേ കളക്ഷൻസൊക്കെ നിങ്ങളിൽ ഉണ്ടാവും. നിങ്ങളുടെ ഇല്ലെന്ന് തോന്നുന്ന കളക്ഷൻസ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കണ്ടാൽ മാത്രമാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് നമ്മുടെ നിശാഗന്ധിയാണ്. ഇതിൻ്റെ പൂവും കൂടെ ഞാൻ ഉൾപ്പെടുത്താം. നിശാഗന്ധിയുടെ അറിയാമല്ലോ, എൻ്റെ മണവും അതിൻ്റെ ഭംഗിയും പൂവും നല്ല രാത്രി വിടരുന്ന മനോഹരമായ പൂക്കളാണ്. ബിഗോണിയ തന്നെ ഒരുപാട് വെറൈറ്റി പ്ലാന്റ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു വെരിഗേറ്റഡ് ഡ്രസീന പ്ലാന്റ് ആണ് ഇനി വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇനിയും കാണിക്കാൻ പോകുന്നത് ബിഗോണിയാണ്. മാക്സിമം ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ. എനിക്ക് സമയം കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അയക്കുന്നതിന് മുന്നായിട്ട് ഇതിൻ്റെ ഒരു ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോസോ എടുത്ത് അയച്ചു തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. ഇത് വാൻഡറിങ് ജൂ ആണ്. പിന്നെ ഒരു ക്രീപ്പിംഗ് ചാർലി, പിന്നെ പോത്തോസ്, അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റീസ് ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സ്ട്രാ പ്ലാന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അതൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തൊരു വെറൈറ്റി, ഒരു ഫേൺ വെറൈറ്റിയിൽ വരുന്നതാണ് കേട്ടോ.
മോൺസ്റ്റർ പ്ലാന്റ് ഉണ്ട്, എൻജോയ് പോത്തോസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് പ്ലാന്റ്സിൻ്റെ ഒരു കളക്ഷൻ, ഒരു ബൾക്ക് കളക്ഷൻസ്. ഇതെല്ലാം തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ യൂട്യൂബിൽ നിന്ന് ഇതുപോലെ ഓൺലൈൻ ചാനൽ ചെയ്യുന്ന സെല്ലേഴ്സിൻ്റെ തന്നെ വാങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ തൈകൾ നല്ല വില കൊടുത്ത് തന്നെ മേടിച്ചാണ് കേട്ടോ. അതിൻ്റെ തൈകൾ ചെറിയ വിലയ്ക്ക് ഞാൻ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പ്രിയപ്പെട്ട ചെടിയെ സ്നേഹിക്കുന്ന, ഒരു വീടിൻ്റെ മുറ്റത്തൊരു ഗാർഡൻ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരുപാട് റെയർ വെറൈറ്റി പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് ഇതുപോലെ ചെറിയ വിലയിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള എത്ര പ്ലാന്റ്സ് ആണോ നിങ്ങൾക്ക് താല്പര്യം, അപ്പോൾ അത്രയും പ്ലാന്റ്സ് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. മിനിമം പ്ലാന്റ്സ് വാങ്ങിച്ചാൽ മാത്രമാണ് നമ്മുടെ ഈ ഒരു എക്സ്പെൻസ് അതിൽ മീറ്റ് ചെയ്യാൻ പറ്റൂ. കാരണം ഇതിൻ്റെ പാക്കിങ് എക്സ്പെൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കുറേ പ്ലാന്റ്സ് ഫ്രീ പ്ലാന്റ്സ് വെച്ചിരുന്നു. അപ്പോൾ പലരും എനിക്ക് മെസ്സേജ് ഇട്ടാൽ ഫ്രീ പ്ലാന്റ്സ് ഒന്ന് അയച്ചു തരാമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു പ്ലാന്റ്സ് വാങ്ങിക്കുന്നവർക്കാണ് ഫ്രീ പ്ലാന്റ്സ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കേട്ടോ. കുറേ പേര് അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഫ്രീ മാത്രമായിട്ട് ഇപ്പോൾ അങ്ങനെ അയച്ചു കൊടുക്കാൻ അറിയാമല്ലോ. ഇതൊക്കെ നമ്മളും പൈസ കൊടുത്ത് മേടിക്കുന്നതാണ്. പിന്നെ കൊറിയർ ചാർജിൻ്റെ ഇതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളും കൂടെ സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് പേര് എനിക്ക് വളരെ സപ്പോർട്ടീവാണ്. എനിക്ക് നല്ല ഒരു സപ്പോർട്ട് തരുന്നുണ്ട്, കമൻറ്റ് തരുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര്. അതുപോലെ നമുക്ക് ഒരു വിന്നറെ നമുക്ക് ഉടനെ സെലക്ട് ചെയ്യണം. പിന്നെ പ്ലാന്റ്സ് അയച്ചു കൊടുക്കാനുള്ള ഈ അവധി ദിവസങ്ങളിൽ വന്നേക്കുന്നതൊക്കെ ഞാൻ തിങ്കളാഴ്ച ഇനി അയക്കത്തുള്ളൂ. കാരണം ഇടയ്ക്ക് കുറേ ദിവസം അവധി വന്നതുകൊണ്ട് അത് സ്റ്റക്കായി പോകും. പ്ലാന്റ്സ് ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയാണ്. അതുവരെയുള്ളതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാർക്കെല്ലാം തന്നെ നമ്മൾ തിങ്കളാഴ്ച തൊട്ട് പ്ലാന്റ്സ് അയച്ചു തുടങ്ങും. അതിൻ്റെ ഓർഡർ അനുസരിച്ച് അയച്ചു തുടങ്ങും. മാക്സിമം 2-3 ദിവസത്തിനുള്ളിൽ പ്ലാന്റ്സ് പെൻഡിങ് ഉള്ളത് നമ്മൾ അയച്ച് തീർക്കുന്നതായിരിക്കും. അവധി ദിവസം വന്നുകൊണ്ടാണ്, ഇടയ്ക്കിടയ്ക്ക് അവധി വരുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ അത് പ്ലാന്റ്സ് അവിടെ എത്തിയില്ലെങ്കിൽ അവിടെ ഇരുന്ന് പോകും, ഡാമേജ് ആയി പോകും എന്നുള്ളൊരു പേടി കൊണ്ടാണ് ഞാൻ അവരെ അറിയിച്ചിരുന്നു. അവരും അത് മതി, തിങ്കളാഴ്ച അയച്ചാൽ മതി എന്ന് പറഞ്ഞ് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളായിട്ട് തീർച്ചയായിട്ടും പ്ലാന്റ്സ് എല്ലാം ഞാൻ അയച്ചു തരുന്നതാണ്. അയച്ചിട്ട് ട്രാക്കിംഗ് ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും അടുത്തുള്ള നിയറസ്റ്റ് ആയിട്ടുള്ള DTDCയുടെ ഷോപ്പ്, പിന്നെ ഇത് സർവീസിനുള്ള ഷോപ്പ് അടുത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഓഫീസിൻ്റെ സ്ഥലം കൂടെ ഒന്ന് മെൻഷൻ ചെയ്യണം. അതുപോലെ ഗൂഗിൾ പേയിൽ ക്യാഷ് ഇടുന്ന രണ്ട് പേരാണ് എന്നെ കോൺടാക്ട് ചെയ്യുന്ന ഗൂഗിൾ പേയിൽ ക്യാഷ് ഇടുന്ന 2 പേര്, രണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഒന്ന് അറിയിക്കണം. അതുപോലെ ഞാൻ ട്രാക്കിംഗ് ഐ ഡി തന്നു കഴിഞ്ഞാൽ നിങ്ങൾ കേരളത്തിനകത്ത് എവിടെയായിരുന്നാലും 2 ദിവസത്തിനുള്ളിൽ മാക്സിമം 3-ാമത്തെ ദിവസം നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടും. ഞാൻ ആ 3 ദിവസത്തിനുള്ളിൽ നിങ്ങളെ ട്രാക്കിംഗ് ഐ ഡി അയച്ച് തരാതിരിക്കുമോ അല്ലെങ്കിൽ പ്ലാൻസ് കിട്ടാതിരിക്കുകയോ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് വാട്സപ്പ് മെസ്സേജ് ഇടണം. ചിലപ്പം പാക്ക് ചെയ്യുന്നതിനിടയ്ക്ക് എന്തെങ്കിലും മറന്നു പോവോ അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാൻ, ഇത് മുഴുവൻ ഞാൻ ആ ലിസ്റ്റ് കംപ്ലീറ്റ് നമ്മൾ ബുക്കിൽ എഴുതി വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. പക്ഷേ ഏതെങ്കിലും വിട്ടുപോകും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എനിക്കൊന്ന് മെസ്സേജ് ഇട്ടാൽ ഞാനത് ട്രാക്കിംഗ് ഐ ഡി നോക്കി ചെക്ക് ചെയ്ത് അത് കറക്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ തന്നെ വെക്കണം. പലർക്കും വാട്സപ്പിലൊരു നമ്പരും വിളിച്ചാൽ കിട്ടുന്ന വേറൊരു നമ്പരും ആയിരിക്കും. അപ്പം DTDCന്നോ അല്ലെങ്കിൽ കൊറിയർ സർവീസിൽ നിന്ന് വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫോണിൽ കണക്ട് ചെയ്തില്ലെങ്കിൽ അവർ ചിലപ്പോൾ അത് എന്നെ തന്നെ ചിലപ്പോൾ വിളിക്കണമെന്നില്ല. അവർ പിന്നെ എൻ്റെ CPയിലേക്ക് ഈ ചെടികൾ റിട്ടേൺ ചെയ്യും. അപ്പോൾ ലൈവ് പ്ലാന്റ്സാണ് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും അതുകൊണ്ട് പിന്നെ വലിയ ഗുണമില്ല. കാരണം ഇവിടുന്ന് യാത്ര ചെയ്ത് അവിടെ ചെന്ന് അവരത് 2-3 ദിവസം അവിടെ ഹോൾഡ് ചെയ്ത് വെച്ച് പിന്നെ അത് വരുമ്പോഴത്തേക്കിനും നമ്മുടെ ആ ഒരു എഫേർട്ടും നിങ്ങളുടെ ക്യാഷും ഒക്കെ എനിക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അതൊന്നും വരാതെ ട്രാക്കിംഗ് ഐ ഡി ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങളത് തീർച്ചയായിട്ടും ഫോളോ അപ്പ് ചെയ്ത് തരുന്ന ദിവസം ഞാൻ പറയും ഇന്ന ദിവസം കിട്ടും, കറക്റ്റായിട്ട് ആ ദിവസം ഫോൺ അറ്റൻഡ് ചെയ്ത് നിങ്ങൾ പെട്ടെന്ന് തന്നെ പ്ലാൻസ് കൊണ്ടുവന്ന് മാക്സിമം പെട്ടെന്ന് അത് നടാൻ നോക്കണം. മറ്റ് പ്ലാൻസ് പോലെയല്ല. ഒരുപാട് നമുക്കിത് കലാത്തിയ പ്ലാൻസൊക്കെ ഇതിന് ഓരോന്നിനും ഓരോ സ്വഭാവം ഉണ്ട്, അറിയാമല്ലോ. അപ്പോൾ ചില പ്ലാൻസിന് നല്ല ചൂട് വേണം, ചിലതിന് ചൂട് വേണ്ട, ചിലതിന് വാട്ടറിങ് കൂടുതലായിട്ട് വേണം. അപ്പം അങ്ങനെ ഓരോ രീതിയിലുള്ള പ്ലാന്റ്സാണ്. അപ്പോൾ അതിന് മാക്സിമം നമ്മൾ അതിൻ്റെ ചെടിയെപ്പറ്റി ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റീപ്പോർട്ടിങ്ങിനെ കുറിച്ചോ അതിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് മെസ്സേജ് ചെയ്താൽ ഞാനതിൻ്റെ സമയം കണ്ടെത്തി ഞാനത് മറുപടി തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓർഡർ ചെയ്യുമ്പം ആവശ്യമുള്ള പ്ലാന്റിനെ മാത്രം ലിസ്റ്റ് ഇടുക. ലിസ്റ്റ് ഇട്ട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ വീട്ടിലെ കാര്യങ്ങൾക്കിടയിൽ സമയം കണ്ടെത്തിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എൻഗേജിലായിരിക്കും. അപ്പോൾ ആ ഒരു പരിമിതി മനസ്സിലാക്കി മാക്സിമം സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും എൻ്റെ ഭാഗത്തു നിന്നൊരു വിഷമമോ ബുദ്ധിമുട്ടോ എന്തെങ്കിലും ആർക്കെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ക്ഷമിക്കുക. പറയുന്നതിനകത്തോ ചെയ്തതിനകത്തോ എന്തെങ്കിലും ഒരു വിഷമം ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തില്ല, എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഞാൻ തിരുത്തുന്നതാണ്. പിന്നെ ഈ പ്ലാന്റ്സ് എല്ലാം തന്നെ ഒരുപാട് സ്റ്റോക്കൊന്നുമില്ല, നമ്മുടെ ഹോംലി പ്ലാന്റ്സ് ആണ്. ഗാർഡനിലുള്ള പ്ലാന്റ്സ് അല്ല, ഇതെല്ലാം നമ്മൾ തന്നെ ഈ നട്ട് വളർത്തി തൈകളുണ്ടാക്കി എടുത്ത പ്ലാന്റ്സാണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് വളരെ കുറച്ച് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല, കാരണം ലൈവ് പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് അയച്ചു കൊടുത്തിട്ട്
പ്ലാന്റ് അത് കളക്ട് ചെയ്യാതെ തിരിച്ച് വന്നിട്ടുള്ള കേസ് വരെ ഉണ്ട് കേട്ടോ. അങ്ങനെ ക്യാഷ് ഓൺ ഡെലിവറിക്ക് ഒരു പ്രശ്നമുണ്ട്. പക്ഷേ കൊറിയറിൽ അവരത് അനുവദിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ക്യാഷ് കയ്യിൽ നിന്നിട്ട് അടച്ചാൽ മാത്രമാണ് അവർ കൊറിയർ സർവീസുകാർ പ്ലാന്റ് എടുക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഇപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ഇപ്പോൾ ഇവിടെ അവൈലബിൾ അല്ല. അതുകൊണ്ട് അങ്ങനെ ചോദിക്കരുത്. അപ്പോൾ നമുക്കത് ചെയ്തു തരാൻ ബുദ്ധിമുട്ടാണ്. ഒരുപാട് പ്ലാന്റ്സ് അയച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കയ്യിൽ നിന്നിട്ട് അങ്ങനെ അയക്കാനുള്ളൊരു പരിമിതി ഉണ്ടാവും. ഒക്കെ മനസ്സിലാക്കണം. പിന്നെ എന്താണ് വേറെ, പിന്നെ ഈ DAP ബോൺ മീല് അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഫെർട്ടിലൈസേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പൂക്കൾ കൊണ്ട് നിറയാനായിട്ട് വളരെ എഫക്റ്റീവാണ് നമ്മുടെ സ്പെഷ്യൽ വൈറ്റ് DAP എന്ന് പറയുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് നമ്മുടെ അടുത്ത സ്ഥലത്ത് ഷോപ്പിൽ അത് ലഭ്യമല്ല എങ്കിൽ തീർച്ചയായിട്ടും എന്നെ അറിയിക്കുക. പിന്നെ നിങ്ങൾ ഓരോരുത്തരും ഇതുവരെ തന്നുകൊണ്ടിരിക്കുന്ന ആ സ്നേഹത്തിൻ്റെ സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതുവരെ അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ്. ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 1000 പേരുണ്ട് സ്നേഹിക്കുന്നെങ്കിൽ ചിലപ്പോൾ 10 പേര് നമ്മളെ ഇഷ്ടപ്പെടാത്തവരുണ്ടാവാം. അത് സ്വാഭാവികമാണ്. അവർ നെഗറ്റീവ് പറയുന്നതോ ചെയ്യുന്നതോ ഒന്നും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇതുവരെ അങ്ങനൊന്നും ഒരു വിഷമം ഉണ്ടായിട്ടില്ല. ഇനി അങ്ങോട്ടും നമ്മളുമായിട്ട് നമ്മുടെ ഒരു രീതിയിൽ സാധാരണക്കാർക്ക് പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെടികളൊക്കെ കൊണ്ടുവരുന്നത്. അപ്പം നിങ്ങൾ ഓരോരുത്തരും നമ്മളൊരു ഫാമിലിയായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ആ മെസ്സേജൊക്കെ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ലാത്ത പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരാണ്. എല്ലാവർക്കും ഒത്തിരി സന്തോഷം, ഒത്തിരി സ്നേഹം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.